ഇനി തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. അതേസമയം കൂട്ടത്തല്ലിൽ KPCC നേതൃത്വവും അന്വേഷണം പ്രഖ്യാപിച്ചു. MS ലിഷോയ് ഉണ്ട് നമുക്കിപ്പം വിവരങ്ങൾ നൽകാനായിട്ട്. ലിഷോയ്, വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് DCC ഓഫീസിലെ കൂട്ടത്തല്ലും നടന്നത്. ഇപ്പോൾ കേസൊക്കെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ഏത് വകുപ്പുകൾ ചുമത്തിയാണ്? എത്ര പേർക്കെതിരെയാണ് നടപടി? DCC പ്രസിഡന്റിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 20 പേർ ഈ DCC ഓഫീസിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ സംഭവം. സജീവൻ കുര്യച്ചിറ, DCC സെക്രട്ടറിയായ സജീവൻ കുര്യച്ചിറ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. IPC 141, 143, 147, 48, 341, 323, 149 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംഘം ചേരൽ, അതിനോടൊപ്പം തന്നെ ഈ അടിപിടി ഉണ്ടാക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ DCC ഓഫീസിന്റെ മതിലിൽ സ്ഥിരമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകൾ, ആ പോസ്റ്ററുകളുടെ ഒട്ടിച്ചിരുന്നത് സജീവൻ കുര്യച്ചിറയാണ് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സജീവൻ കുര്യച്ചിറയുടെ മൊഴി ഇന്നലെ പോലീസ് എടുത്തിരുന്നു. നിലവിൽ അദ്ദേഹം ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്ന സജീവൻ കുര്യച്ചിറ നിലവിൽ തൃശൂർ കോർപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനോടൊപ്പം തന്നെ തൃശൂർ DCC ഓഫീസിൽ നടന്ന ഈ ഒരു സംഭവം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. KPCC നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളെയും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് നേതാക്കൾ ഈ പ്രവർത്തകരോട്, തൃശൂർ ജില്ലയിലെ പ്രവർത്തകരോട് പറഞ്ഞത്. കൂടാതെ എന്തായാലും വലിയ കൂട്ടത്തല്ലൊക്കെയാണ് ഉണ്ടായത്. നമ്മൾ പ്രചാരണ കാലത്ത് കാണാത്ത അത്ര പോസ്റ്ററുകളൊക്കെ മുരളീധരനായി പ്രത്യക്ഷപ്പെടുന്നു. അതിന് തമ്മിലുള്ള അതൃപ്തിയൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും